ഇന്നലെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ ഒരു വനിതാ സമ്മേളനം നടന്നു. CPIയുടെ എല്ലാ വനിതാ സമ്മേളനമാകുമ്പോൾ എല്ലാവരും വനിതകളായിരിക്കുമല്ലോ. മാത്രമല്ല CPI പോലുള്ള സംഘടനയിൽ നടക്കുമ്പോൾ കുറേ പ്രായപൂർത്തിയായി മിക്കവാറും എല്ലാവരും അമ്മമാരായവരായിരിക്കും, വിവാഹം കഴിച്ചവരായിരിക്കും. വളരെ കുറച്ച് പേരെ വിവാഹം കഴിക്കാത്തവർ ആ യോഗത്തിൽ പങ്കെടുത്ത് കാണുകയുള്ളൂ. അവരോടൊപ്പം നമ്മുടെ ചിഞ്ചു റാണി, കൊല്ലത്ത് നിന്നുള്ള മന്ത്രി, സൂംബ ഡാൻസ് കളിച്ചു. സൂംബ ഡാൻസ് കളിക്കുന്നതിനോ CPIയുടെ സമ്മേളനത്തിൽ അത് പറയുന്നതിനൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അതിനു മുമ്പേ, സൂംബ ഡാൻസ് കളിക്കുന്നതിന് മുമ്പേ സൂംബ റാണി അറിയേണ്ടിയിരുന്നൊരു കാര്യം, കൊല്ലം ജില്ലയിൽ ഒരു കുഞ്ഞ് മരിച്ചു. നിർധനനും നിരാലംബനുമായ ഒരു കുടുംബത്തിലെ വീട് കണ്ടാൽ സങ്കടം തോന്നും. ചിഞ്ചു റാണിയുടെ വീട്ടിലെ കാലിത്തൊഴുത്ത് ഇതുപോലെ ആയിരിക്കുമോ? അതിനേക്കാൾ മോശമായിട്ടുള്ളൊരു വീടെന്ന് പറയാനാകില്ല. അവിടുത്തെ ചെവിരിൽ അവൻ്റെ സ്വപ്നങ്ങളും അവിടുത്തെ ആളുകളുടെ പേരും എഴുതി വച്ചിരിക്കുന്നു മിഥുൻ. ആ മിഥുൻ എന്ന് പറയുന്ന കുട്ടി നമ്മുടെ ഭരണകൂട വ്യവസ്ഥയുടെ, അത് KSEBിയുടെ ആവട്ടെ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആകട്ടെ, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ആകട്ടെ, സ്കൂൾ മാനേജ്മെൻറ്റ് CPM നിയന്ത്രണത്തിലുള്ളൊരു മാനേജ്മെൻറ്റ് എന്നാണ് അറിയുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതിനകത്തുണ്ടെന്നാണ് അറിയുന്നത്. അവരുടെ മാനേജ്മെൻറ്റ് ആകട്ടെ, ആരും ആയിക്കോട്ടെ, അതും അധ്യാപകരാകട്ടെ, ഇനി പഠിച്ച കുട്ടികളാകട്ടെ, ആരാകട്ടെ, ആരുടെ കുഴപ്പം കൊണ്ടാണെങ്കിലും ഒരു കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞ് മരിച്ചാൽ മാന്യവും മര്യാദയുമുള്ളവരാണ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ കുഞ്ഞിന് അനുശോചനം രേഖപ്പെടുത്തണം. എന്നിട്ട് ഒരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട് അത് മാറ്റണം. ആ മീറ്റിംഗ് ഇനിയും എത്രയോ തവണ നിങ്ങൾക്ക് മീറ്റിംഗ് കൂടാം, എത്രയോ സ്ഥലങ്ങളിൽ കൂടാം. നിങ്ങൾക്ക് വെളുക്കുവോളം സൂംബ ഡാൻസ് കളിക്കാം, നിങ്ങൾക്ക് എന്ത് ഡാൻസ് വേണോ കളിക്കാം. സൂംബയല്ല, വേറെ എന്ത് വേണോ കളിക്കാം. ഞാൻ സ്ത്രീകളായതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല, ഭാഷ ഞാൻ മിതപ്പെടുത്തുന്നു. നിങ്ങൾ അമ്മമാരല്ലേ? എങ്ങനെയാണ് ചിഞ്ചു റാണിക്ക്? എന്നിട്ട് മാത്രമല്ല, അവർ ശവത്തിൽ കുത്തി, എന്നിട്ട് അവർ സ്റ്റേജിൽ കയറി ആദ്യത്തെ വാക്ക് ആ കുഞ്ഞിന് അനുശോചനം രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്നതിന് പകരം അവരുടെ അമ്മ ഹൃദയം, അവരമ്മയൊന്നുമല്ല, അവർക്ക് അമ്മയാകാൻ യോഗ്യതയില്ല. പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അമ്മയ്ക്ക് കനിവുണ്ടാകണം, കാരുണ്യമുണ്ടാകണം, ദയയുണ്ടാകണം. അമ്മ മനസ്സ് വേറെയാണ്. അവർ മനുഷ്യൻ രേഖപ്പെടുത്തില്ല എന്നുള്ളത് പോട്ടെ, അവർ പറഞ്ഞ് കുറ്റമെല്ലാം മിഥുനിൻ്റെ പുറത്ത് വെച്ചു. അവർ പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായത് മിഥുൻ എന്തിനാണ് കേരളത്തിൽ ജനിച്ചത്, ചിഞ്ചു റാണിമാരുള്ള കേരളത്തിൽ എന്തിനാണ് മിഥുൻ വന്നത്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുള്ള ഈ കേരളത്തിൽ എന്തിന് വന്ന് ജനിച്ചു. പ്രത്യേകിച്ച് തേവലക്കരയിലൊക്കെ വന്ന് ജനിക്കുമ്പോൾ അവിടെ ഈ ചിഞ്ചു റാണിമാർ ഇനി മന്ത്രിയാകുമെന്ന് അറിയണ്ടേ? ആ കുഞ്ഞ് എന്താണ് ആ സ്ത്രീ പറഞ്ഞത്, ആ വനിത പറഞ്ഞത്, മന്ത്രി പറഞ്ഞത്? ആ പയ്യൻ കളിക്കാൻ പോയതുകൊണ്ടല്ലേ രാവിലെ കളിക്കാൻ പോകാമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ചെരുപ്പെടുത്ത് കളിക്കാമോ? മൂന്നാമത്തെ ചോദ്യം, ചെരുപ്പ് വലിച്ചെറിയാമോ? നാലാമത്തെ ചോദ്യം, ചെരുപ്പ് വലിച്ചെറിഞ്ഞാൽ അതിൻ്റെ മണ്ടയിൽ കയറാമോ? അഞ്ചാമത്തെ ചോദ്യം, അതിൻ്റെ മണ്ടയിൽ കയറിയാൽ അവിടെ വൈദ്യുതി കമ്പി പോയിരിക്കുന്ന അറിയില്ലേ? ആറാമത്തെ ചോദ്യം, എന്തിനാണ് വീഴാൻ പോയപ്പോൾ വൈദ്യുതി കമ്പിയിൽ കയറി പിടിച്ചത്? ഇങ്ങനെ 6-7 ചോദ്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് നല്ല ഗവേഷണം നടത്തി മിഥുൻ എന്ന് പറയുന്ന കുട്ടിയാണിത് മുഴുവൻ കുഴപ്പവും കാണിച്ചത്. അധ്യാപകരെ വെള്ളപൂശുന്നു, മാനേജ്മെൻറ്റിനെ വെള്ളപൂശുന്നു, KSEB വെള്ളപൂശുന്നു, ഗവൺമെൻറ്റിനെ വെള്ളപൂശുന്നു, സ്വന്തമായും വെള്ളപൂശുന്നു. എന്തൊരു ഗതികേടാണ്! ഇതിന് പറയുന്ന പേരാണ് ഗതികേട്. ഒരു ഭരണകൂടത്തിന് നിന്ന് വരാവുന്ന ഏറ്റവും വലിയ ഗതികേടുകളിൽ ഒന്നാണ്. എന്നിട്ട് മുഖ്യമന്ത്രി വിളിച്ചൊരു വഴക്കെങ്കിലും പറഞ്ഞോ? ഒന്ന് ശാസിച്ചോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? റോമാ സാമ്രാജ്യം കത്തിയരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അഭിനവ ചക്രവർത്തിമാർ ഇവിടെ വീണ വായിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ വീണ സൂംബയാണെന്നുള്ളതാണ്. അപ്പോൾ ചിഞ്ചു റാണി സൂംബ റാണിയായി മാറിയിട്ടുണ്ട്. സൂംബ റാണിക്ക് ഇനി സൂംബയുടെ അംബാസഡറായി മാറാം, കേരളത്തിലെ സൂംബയുടെ അംബാസഡറായി മാറാം. പക്ഷേ അവർ അത് ചെയ്തപ്പോൾ കൂടെ കുറേ അമ്മമാർ ഡാൻസ് ചെയ്തു. നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ആ ഒരു വാക്കേ ചോദിക്കാനുള്ളൂ, മറ്റൊരു പദവുമില്ല നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ. ലജ്ജ, ഉളുപ്പ്, നാണം, മാനം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുമായിരുന്നോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഒരു കുട്ടി, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതുപോലെ അപകടം വരുമ്പോൾ, മരണങ്ങൾ വരുമ്പോൾ, കൊലപാതകം വരുമ്പോൾ വലിയ വാർത്തയാകും. നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്താൽ, ഫേസ്ബുക്ക് എടുത്താൽ, വാട്സപ്പ് എടുത്താൽ നിറച്ചതുമായിരിക്കുമല്ലോ. അതും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ ആ അമ്മൂമ്മയുടെ കരച്ചിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എന്തൊരു വിലാപമാണ് ആ സ്ത്രീ വിലാപിക്കുന്നത്. ആ വിലാപമൊക്കെ കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു അമ്മയുണ്ടോ, ഒരു സ്ത്രീയാണോ എന്ന് പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വളരെ ഗൗരവതരമായൊരു വിഷയമാണിത്.
കേരളം മരവിച്ചു പോയി, മരിച്ചുപോയി. അമ്മ മനസ്സും ഇതാ മരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികരണശേഷി മരിച്ചു, ഷണ്ഡത്വം ബാധിച്ചു, സാംസ്കാരിക ഷണ്ഡത്വം ബാധിച്ചു. KR മീരമാരെവിടെ എന്ന് ചോദിക്കേണ്ടി വരും. വൈശാഖന്മാരെവിടെ എന്നിപ്പോൾ ചോദിക്കേണ്ടി വരും. അതുപോലെ അശോകൻ ചരുവിലെവിടെ? എവിടെയാണ് നിങ്ങൾ? ഈ ഭരണകൂടം ഒരാളെ കൊല്ലുമ്പോൾ, ഒരു കുഞ്ഞിനെ കൊല്ലുമ്പോൾ, ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ. നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു ആരോഗ്യവകുപ്പിൽ സിസ്റ്റം ഫെയിലുവർ, വിദ്യാഭ്യാസ വകുപ്പിലും സിസ്റ്റം ഫെയിലുവർ, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ സിസ്റ്റം ഫെയിലുവർ. സിസ്റ്റം ഫെയിലുവർ ഇല്ലാത്ത ഒരു വകുപ്പെന്ന് പറഞ്ഞു തരാവോ? ഒരു കൊതിയാവുമെന്ന് ചോദിക്കാൻ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. തൊഴിലുറപ്പാണെങ്കിൽ അത് മറ്റൊരു തരത്തിൽ, പിന്നെ പഞ്ചായത്ത് വകുപ്പിൽ, ടൂറിസം വകുപ്പിലാണെങ്കിൽ അത് വേറെ ചില ചിന്തകൾ, അവിടെ പിന്നെ മറ്റേ ഒരു സ്ത്രീയെ കൊണ്ടുവന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, പൊതുമരാമത്ത് വകുപ്പിലാണെങ്കിൽ റോഡ് പൊളിഞ്ഞു പോയ പ്രശ്നങ്ങൾ. അപ്പോൾ ഏത് വകുപ്പിലാണ് സിസ്റ്റം ഫെയിലുവർ അല്ലാത്തതെന്നറിയാൻ. പിന്നെ കീമിൻ്റെ പേരിലാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരും മോശമല്ല, എല്ലാവരും മത്സരിക്കുകയാണ്. എല്ലാ മന്ത്രിമാരും അവരവരെ വകുപ്പുകളിൽ പരമാവധി ഇങ്ങനെ സിസ്റ്റം ഫെയിലുവർ ആക്കാനുള്ള മത്സര ഓട്ടത്തിലാണ്. അടുത്ത സിസ്റ്റം ഫെയിലുവർ ഏത് വകുപ്പിലാണെന്നറിയാൻ മാത്രമേ മലയാളിക്കിനി കൗതുകമുള്ളൂ.